ഇമിഗ്രൻ്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കിയാർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് തൂക്കുപാലത്താണ്. തൂക്കുപാലം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. കാരണം ഇവിടെ ബസ് കയറാനായിട്ട് നിൽക്കുന്ന 1-2 ആളുകളുണ്ട്. നമുക്ക് അവരോട് ഇടുക്കിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചോദിക്കാം. മാഡം, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചു വരണമെന്ന് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. ഓക്കെ മാഡം, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ആർക്കൊപ്പം നമുക്ക് വിധി നിർണ്ണയിക്കാൻ പറ്റിയല്ല. മാഡം, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? പറയാൻ പറ്റത്തില്ല. ആര് ജയിച്ചു വരണമെന്നുള്ളതാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. അപ്പോൾ ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഞാൻ CPM-ൻ്റെ ഒരാളാണ്. തിരിച്ചു വരണം. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? ആരായാലും കുഴപ്പമില്ല. ബസ് വന്നു. ഇത് ബസ്സിനാണോ പോണ്ടേ? ചേട്ടാ, ഇത്തവണ നമുക്ക് വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ നിഷ്പക്ഷവാദിയാണ്. അതെ, വ്യക്തിയെ നോക്കത്തേ ഉള്ളൂ. രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഇത്തവണ ആര് ജയിച്ചു വരണം? എനിക്ക് സത്യം പറഞ്ഞാൽ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിനോടും താല്പര്യമില്ല. അത് 10-70 വയസ്സായി പല കാലങ്ങളിൽ ചെയ്യുന്നു. ജയിച്ചത് ഈ നാടിനെ ആര് ഗുണമോ ഇപ്പം തീരുമാനം പറയാൻ പറ്റിയല്ല. എൻ്റെ ഇത്തവണ ഇടുക്കി വോട്ട് ചെയ്യണ്ടേ? ഇത്തവണ വോട്ട് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നുള്ള ആഗ്രഹം? ഇപ്രാവശ്യം നമുക്ക് അത് പറയാൻ പറ്റില്ല. ആലോചിച്ച് വന്നിട്ട് അച്ഛനോട് വെച്ചു. അച്ഛൻ കാര്യങ്ങൾ പറയും. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണം എന്നുള്ള ആഗ്രഹം? ഡീൻ കുര്യാക്കോസ്. നാടിന് നന്മയ്ക്ക് വേണ്ടി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം വേറെ വല്ല കാര്യമുണ്ടോ? ഞാൻ ഇപ്പോൾ വോട്ട് ചെയ്യാനോ? അല്ല, ഇപ്പോഴല്ല, വോട്ട് ചെയ്യണ്ടേന്നാ ചോദിക്കുന്നത്. നമുക്ക് വോട്ട് ചെയ്യണ്ടേ? ഞാൻ ചെയ്യാനുള്ളത് വോട്ട് ഏത് നാട്ടിലും ജീവിക്കുമ്പോഴും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരുമെന്ന് ആഗ്രഹം? ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഇന്ദ്രനും ചന്ദ്രനൊന്നുമല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനുമല്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ ചോദിച്ചാൽ ആര് ജയിച്ചു വരുമെന്നാണ്. അപ്പം ആര് ജയിച്ചാലും അതിനെ തടയിടാൻ സാധ്യമല്ല. ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അത് ഞാൻ പറയുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ആര് ജയിക്കും ചേട്ടാ ഇത്തവണ? BJP ആയിക്കോട്ടെ. അതെ അല്ലേ? അതാണല്ലോ ഇപ്പം നമ്മുടെ കേന്ദ്രം. പക്ഷേ ഞാൻ എൻ്റെ വോട്ടും BJPക്ക് ഞാൻ എൻ്റെ ജീവിതം എടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. കാരണം അവരെനിക്ക് ഉത്തരവും ചെയ്തിട്ടില്ല, ഉപകാരം ചെയ്തിട്ടില്ല. അതുകൊണ്ടുമല്ല, എനിക്ക് ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലൊരു ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 1 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്യില്ല. അവരെങ്കിലും ചിരിച്ചോണ്ടിരിക്കട്ടെ. നമ്മൾ കരയുവാണല്ലോ, അവരെങ്കിലും ചിരിച്ചോണ്ടിരിക്കട്ടെ. നമ്മൾ കരയുകയാണ്. പിന്നെ അതിന് സംശയമില്ലാത്ത കാര്യമല്ലേ? അതിനങ്ങനെ പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇപ്പോൾ എന്നാ നടക്കുന്നത്? എങ്ങനെയും ഞാൻ ഈ പ്രാവശ്യം എന്നെ ആരാലും വോട്ട് ചെയ്തില്ല. എൻ്റെ വീട്ടുകാരും ചെയ്തില്ല, ആരും ചെയ്യുന്നില്ല. ചെയ്തിട്ടൊരു പ്രയോജനമില്ല. എന്നാ പ്രയോജനം എന്നതിന് ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പം മറ്റേ ഒരുമാതിരി രാജഭരണം പോകണം. ഒരാൾ മണ്ട കയറിയിരിക്കുന്നു, പുറകിന് അയാൾ പറയുന്നതെല്ലാം താഴെ ഇന്ന് അനുസരിക്കുന്നു. ഇപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. മണ്ടേന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ തന്നെ ഇപ്പോൾ നേരെ നിന്ന് കയറാൻ പറ്റുമോ? എന്തെങ്കിലും പാവപ്പെട്ടവൻ ഒരു കേസും വെച്ചുകൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ചെന്നുള്ള അവസ്ഥ എന്നാ? ഇതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇടി കിട്ടേണ്ടവന് എവിടെ ചെന്നാലും ഇടി കിട്ടും. ഓക്കെ, ഇത്തവണ വോട്ടുണ്ടോ? ഇല്ല. ഇത്തവണ ഇടുക്കിയിൽ ആര് ജയിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം? ആഗ്രഹമില്ല. നമ്മൾ ഈ വഴി കൂടെ ഒക്കെ വരുമ്പോൾ തന്നെ പ്രചരണ പരിപാടികളൊക്കെ കാണുന്നുണ്ടല്ലോ. ആര് വന്നാലും വഴി നന്നാൻ പോകുന്നില്ലല്ലോ. ഇങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അവരാദ്യം വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രമല്ലേ വരുന്നുള്ളൂ. അതാണ് അഭിപ്രായം. നമ്മൾ ഫോണൊക്കെ വിളിച്ച് നിൽക്കണോ? വോട്ടുണ്ടോ ഇത്തവണ? ഇല്ല. അപ്പോൾ ഈ നമ്മൾ ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ചൂട് പിടിച്ച് നിൽക്കുക. നമ്മൾ ഈ പോകുമ്പോഴും വരുമ്പോഴെല്ലാം അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്നാ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്? അങ്ങനെയൊന്നുമില്ല. ഇടുക്കിയിൽ ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ആരെങ്കിലും ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തോട് താല്പര്യമൊന്നുമില്ല. ഇല്ലല്ലേ? അതെന്താ കാരണം? ഞാൻ കണ്ടിട്ട് ഇപ്പം എല്ലാവരും ഫോണിലും നോക്കിയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണോ ഇനിയിപ്പം ഇപ്പം രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഈ സാധനമാണോ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അങ്ങനെയൊന്നുമില്ല. ശരിക്കും രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് അറിവ് വേണമെന്ന് ആഗ്രഹമില്ലേ? അങ്ങനെയൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അതിലോട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെയുള്ള കാഴ്ചപ്പാടാണോ? അങ്ങനെയൊന്നുമില്ല. ചേട്ടനാണ് നമുക്ക് വോട്ട് ചെയ്യണ്ടേ?
വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? അതിനെ പറ്റി ഒന്നും ഇപ്പോൾ പറയാൻ മേല. വോട്ട് രണ്ടും കഴിയുമ്പോഴേ നിലവിലെ സാഹചര്യമൊക്കെ എന്താ, ആര് ജയിക്കണം എന്നൊക്കെയാ തോന്നുന്നത്. പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് ജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം.